അജീഷ്, ഇന്ത്യ ഏത് രീതിയിൽ ഈ വധശിക്ഷയോട് പ്രതികരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ച കാലം മുതൽ ബംഗ്ലാദേശ് സർക്കാരുമായി ഇന്ത്യൻ സർക്കാരിന്റെ ഒരു ബന്ധത്തിൽ ചെറിയ വിള്ളലുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ലഭ്യമാണോ തുടർ നടപടികളുടെ കാര്യത്തിൽ? ഇതുവരെയ്ക്കും ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയ്ക്കും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് ഹസീനുമായി വളരെയധികം അടുപ്പം ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്. അതുകൊണ്ടാണ് അവർ പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ അവർ ഇന്ത്യയിൽ അഭയം തേടിയതും അഭയം നൽകിയത്. ഇപ്പോൾ സുരക്ഷാ സേനയുടെ അവരുടെ മകന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഈ വിധിക്ക് ശേഷം മകന്റെ പ്രതികരണം, ഇന്ത്യയിൽ സുരക്ഷിതമാണ് ഷെയ്ഖ് ഹസീന, സുരക്ഷാ സേനയുടെ സംരക്ഷണയിലാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് വന്നിട്ടുള്ളത്. ഷെയ്ഖ് ഹസീനയുടെ മകന്റേതായിട്ടാണ് ആ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. എന്തായാലും ഈ നിർണായകമായിട്ടുള്ള വിധിയിൽ പ്രധാനമായും 5 കുറ്റങ്ങളാണ് ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ തെളിയിക്കപ്പെട്ടത്. അതായത് ഈ ഒന്നാമത്തെ കാര്യം, ഈ 2024 ജൂലൈ പ്രക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് അവർ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി എന്നുള്ളതാണ് ആദ്യത്തെ ആരോപണം ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അതിൽ ഈ പ്രകോപനപരമായിട്ടുള്ള ഈ പ്രസംഗം കാരണം ഈ നിയമപാലകരും പാർട്ടി പ്രവർത്തകരും വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും ആക്രമിക്കാൻ ഈ പ്രസംഗങ്ങൾ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കുറ്റം. രണ്ടാമത്തത് ഈ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഉത്തരവിട്ടു. അതിൽ ഈ മാരക ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ ഹെലികോപ്റ്ററുകളും ഒപ്പം തന്നെ ഈ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചാണ് ഈ പ്രതിഷേധക്കാരെ അന്ന് രാജ്യമൊട്ടാകെ പ്രത്യേകിച്ച് തലസ്ഥാനമായ ധാക്കയിലടക്കം ഉണ്ടായി പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഡ്രോണുകളും ഹെലികോപ്റ്ററും അടക്കം ഉപയോഗിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കുറ്റം. ഇതെല്ലാം തെളിയിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കൂടാതെ 6 വിദ്യാർത്ഥികളുടെ കൊലപാതകത്തിൽ അതിൽ ഇവർക്ക് അറിവുണ്ടായിരുന്നു തുടങ്ങിയ ചില വിദ്യാർത്ഥികളുടെ കൊലപാതകത്തിലടക്കം ഈ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നുള്ള ഒരു കുറ്റം കൂടി ചുമത്തപ്പെട്ടിരുന്നു. അങ്ങനെ 5 കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള വിധിയാണ് കുറ്റകൃത്യങ്ങളുടെ വേണ്ടിയുള്ള അന്താരാഷ്ട്ര ട്രിബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 78-കാരിയാണ് ഷെയ്ഖ് ഹസീന. നേരത്തെ പറഞ്ഞതുപോലെ മുജീബുർ റഹ്മാന്റെ മകൾ കൂടിയാണ്. അവർ 15 വർഷക്കാലമാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നത്. അതിനുശേഷമാണ് 2024 ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അതിന്റെ കോട്ടയുമായി അതിന്റെ സംവരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നു. ആ പ്രക്ഷോഭത്തിന് പിന്നാലെ അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു. പിന്നീട് ഇടക്കാല സർക്കാർ അവിടുത്തെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം അടക്കം നേടിയിട്ടുള്ള മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നു. അവാമി ലീഗിനെ നിരോധിക്കുന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് അഭയം തേടിയിരുന്നു. ഇക്കാലമൊക്കത്രയും ഈ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാകണമെന്ന് അവിടുത്തെ കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള ഭീതി കാരണം അവർ ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോയിരുന്നില്ല. പക്ഷേ ഈ സമയത്ത് ഈ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് അന്ന് തടവിലാക്കപ്പെട്ടവരും അന്ന് കുറ്റം ചുമത്തപ്പെട്ട പല ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഈ കാലയളവിൽ ആവശ്യപ്പെടുകയായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താൻ ഭരണാധികാരി എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകൾക്കാണിപ്പോൾ കുറ്റക്കാരി എന്ന നിലയിൽ പ്രത്യേക ട്രൈബ്യൂണൽ വധശിക്ഷ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വിധിച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.